സോ ബയോളജിക്കൽ ഇവല്യൂഷൻ നമ്മൾ പറഞ്ഞു. ബയോളജിക്കൽ ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവല്യൂഷൻ ഓഫ് ലൈഫ് ഫോംസ് അഥവാ ഓർഗാനിസത്തിൻ്റെ ഫോർമേഷൻ അല്ലെങ്കിൽ ലൈഫ് ഫോംസ് ഫോം ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ബയോളജിക്കൽ ഇവല്യൂഷൻ എന്ന് പറഞ്ഞു. സോ ഈ ബയോളജിക്കൽ ഇവല്യൂഷൻ എന്ന് പറയുന്നത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണെന്ന് പറഞ്ഞു. എപ്പോഴാണോ എർത്ത് ഒറിജിനേറ്റ് ചെയ്ത് അന്ന് തൊട്ട് എപ്പോൾ തൊട്ട് സെല്ലുലാർ ഫോംസ് ഡിഫറെൻറ്റ് മെറ്റബോളിക് കാപ്പബിലിറ്റി ഉള്ള സെല്ലുലാർ ഫോംസ് അറൈസ് ചെയ്തപ്പോൾ തൊട്ട് ബയോളജിക്കൽ ഇവല്യൂഷൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞു മൈക്രോ ഓർഗാനിസത്തിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു എങ്ങനെയാണ് ഒരു പുതിയ സ്പീഷീസ് ആയിട്ട് മാറണമെന്ന്. സോ ഈ ബയോളജിക്കൽ ഇവല്യൂഷനിൽ 2 തിയറികളാണ് ആക്ച്വലി പറയുന്നത്. 2 തിയറികളാണ്. അതിലൊന്ന് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ബൈ ഡാർവിൻ്റെ നാച്ചുറൽ സെലക്ഷൻ. രണ്ടാമത്തെ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് എക്വയർഡ് ക്യാരക്ടേഴ്സ് ബൈ ലാമാർക്ക്. തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് എക്വയർഡ് ക്യാരക്ടേഴ്സ് ബൈ ലാമാർക്ക്. സോ ലാമാർക്കിൻ്റെ ഇൻഹെറിറ്റൻസ് ഓഫ് എക്വയർഡ് ക്യാരക്ടറും അതുപോലെ ഡാർവിൻ്റെ നാച്ചുറൽ സെലക്ഷനാണ് ഈ ബയോളജിക്കൽ ഇവല്യൂഷനിൽ നമ്മൾ പറയുന്നത്. അതിൽ നമ്മൾ ബാക്ടീരിയ എ ആൻഡ് ബാക്ടീരിയ ബി എങ്ങനെയാണ് പുതുതായിട്ട് പ്രൊഡ്യൂസ് ചെയ്തൊരു ന്യൂ ഫോം ആയെന്ന് നമ്മൾ പറഞ്ഞു. ആ മീഡിയയുടെ കോമ്പോസിഷൻ മാറിയപ്പോൾ അത് സർവൈവ് ചെയ്തത് എങ്ങനെയാണ്, അതിൽ വേരിയേഷനാണ് അതിനെ സർവൈവ് ചെയ്യാൻ സഹായിച്ചത്, എങ്ങനെയാണ് അതിനെ നാച്ചുറലി സെലക്ട് ചെയ്യുന്നത്. സോ ഈ നാച്ചുറൽ സെലക്ഷൻ ഡാർവിൻ്റെ തിയറി നമ്മൾ പറയുമ്പോൾ അതിൽ കുറച്ച് സ്റ്റെപ്പുകൾ പറയാണ്. സോ ഡാർവിൻ്റെ നാച്ചുറൽ സെലക്ഷനാണ് പറയുന്നത്. ഡാർവിൻ്റെ നാച്ചുറൽ സെലക്ഷൻ പറയുന്നത് ഫസ്റ്റ് കണ്ടീഷൻ ഓവർ പ്രൊഡക്ഷൻ. ഏതൊരു ഓർഗാനിസത്തിനും അതിന് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. മാക്സിമം നമ്പർ ഓഫ് പ്രോജനീനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഏതൊരു ഓർഗാനിസത്തിനും നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടെൻഡൻസി ഉണ്ട്. ഇൻഹറൻ്റ് അതിൻ്റെ സ്വതസിദ്ധമായ ഒരു ടെൻഡൻസിയാണ് അതിൻ്റെ മാക്സിമം നമ്പർ ഓഫ് പ്രോജനീനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അതാണ് ഓവർ പ്രൊഡക്ഷൻ എന്ന്. സോ അങ്ങനെ ഏറ്റവും നന്നായിട്ട് ഓരോ ഓർഗാനിസം അതിൻ്റെ പ്രോജനീനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഓവർ പ്രൊഡക്ഷനായിട്ട് മാറും. അതും ഓരോ ഓർഗാനിസത്തിനും അതിൻ്റേതായ കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ പറഞ്ഞു ഒരു ഓർഗാനിസത്തിൻ്റെ ആ ലൈഫ് സൈക്കിൾ ലൈഫ് സ്പാൻ അനുസരിച്ചിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് പ്രോജനി എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ നമ്മുടെ ബാക്ടീരിയ ആണെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഒരുപാട് നമ്പർ ഓഫ് പ്രോജനീനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി നമുക്ക് മൈസാണ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ മൈസാണെങ്കിൽ അതിൻ്റെ യങ് വൺസിന് ഡസൻ കണക്കിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇൻസെക്റ്റുകളാണെങ്കിൽ ഒരു ഹൺഡ്രഡ്സ് ഓഫ് എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതുപോലെ ഓയിസ്റ്റർ അതാണെങ്കിൽ അത് 100 മില്യൺസ് ഓഫ് എഗ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഓരോ ഓർഗാനിസത്തിനും അതിൻ്റേതായ ഒരു കാപ്പബിലിറ്റി ഉണ്ട് എത്ര പ്രോജനീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അത് അതിൻ്റെ മാക്സിമം തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും. അതാണ് പറയുന്നത് ഓവർ പ്രൊഡക്ഷൻ. സോ ഇങ്ങനെ ഓവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഓർഗാനിസം അതിൻ്റേതായ കാപ്പബിലിറ്റി അനുസരിച്ച് മാക്സിമം നമ്പർ ഓഫ് പ്രോജനീനെ അതിൻ്റെ ലൈഫ് സൈക്കിൾ ലൈഫ് സ്പാനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതിൻ്റേതായ മാക്സിമം നമ്പർ ഓഫ് പ്രോജനീനെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് എന്തിലേക്ക് വഴിതെളിക്കും? ഓവർ പ്രൊഡക്ഷൻ. സോ എല്ലാ ഓർഗാനിസത്തിനും അതുപോലെ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരൊക്കെ എന്തായി മാറും? ഓവർ പ്രൊഡ്യൂസ്ഡ് ആയിട്ട് മാറും. രണ്ടാമത്തത് ഇങ്ങനെ ഓവർ പ്രൊഡക്ഷൻ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത്രയും ഓവർ പ്രൊഡക്ഷൻ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാനായിട്ട് ഒരിക്കലും പറ്റില്ല. ഇപ്പോൾ ഈ പറഞ്ഞ ഡസൻസ് ഓഫ് എഗ് ഉണ്ടായാലും അല്ലെങ്കിൽ മില്യൺസ് ഓഫ് എഗ് ഉണ്ടെങ്കിലും ഹൺഡ്രഡ്സ് ഓഫ് എഗ് ഉണ്ടെങ്കിലും ഡസൻസ് ഓഫ് ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്താലും ഇതുപോലെ മൈക്രോ ഓർഗാനിസം ആണെങ്കിലും ഇത്ര അധികം പ്രൊഡ്യൂസ് ചെയ്താലും ഇതിലെല്ലാവർക്കും സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിലെല്ലാവർക്കും ആവശ്യമുള്ള ഫുഡ് അല്ലെങ്കിൽ അവൈലബിലിറ്റി ഉണ്ടാവില്ല. സോ അവർക്ക് ഒരുപാട് റിസോഴ്സിന് അവർ കോമ്പറ്റ് ചെയ്യേണ്ടി വരും. അതാണ് രണ്ടാമത് പറയുന്നത് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. ഇങ്ങനെ എല്ലാ ഓർഗാനിസും അതിൻ്റേതായ ഒരു ഇൻഹറൻറ്റ് പ്രോപ്പർട്ടി ആയിട്ട് സ്വതസിദ്ധമായി അത് മാക്സിമം നമ്പർ ഓഫ് പ്രോജനി പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഓവർ പ്രൊഡക്ഷനിലേക്ക് വഴിതെളിക്കും. അങ്ങനെ ഓവർ പ്രൊഡ്യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ എല്ലാ ഓർഗാനിസത്തിനും സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഓർഗാനിസത്തിന് തമ്മിൽ ഒരുപാട് കോമ്പറ്റീഷൻസ് വരും. അവർക്ക് യൂസ് ചെയ്യേണ്ട ആ സോഴ്സസിന് വേണ്ടി ഒരുപാട് റാപ്പിഡായിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കോമ്പറ്റീഷൻ തമ്മിൽ അവർക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ട ഫുഡ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഷെൽട്ടർ അങ്ങനെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടാവും. അത് ഇൻ്റർ സ്പെസിഫിക് ആവാം, ഇൻട്രാ സ്പെസിഫിക് ആവാം, സ്പീഷീസുകൾ തമ്മിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്പീഷീസിൽ നിന്ന് മറ്റൊരു സ്പീഷീസിനായിരിക്കാം കോമ്പറ്റീഷൻ, അതുപോലെ എൻവയോൺമെൻറ്റൽ കോമ്പറ്റീഷനും ആയിരിക്കാം. ഇങ്ങനെ പലതരത്തിലുള്ള കോമ്പറ്റീഷൻസ് ഇതുപോലെ ഓവർ പ്രൊഡ്യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ഓരോ ഓർഗാനിസവും ആ പ്രോജനിയിൽ ഉള്ള ആൾക്കാർ തമ്മിൽ അവർ നേരിടേണ്ടി വരും. അതാണ് അപ്പോൾ നേരിടുന്ന ആ ഒരു അവസ്ഥയാണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. ഓവർ പ്രൊഡ്യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ഓർഗാനിസം തമ്മിൽ കോമ്പറ്റീഷൻ കാരണം അവരുടെ ബേസിക് നീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം. എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്യും? സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവരിൽ വേരിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. മൂന്നാമത്തത്, സോ ചില
ഈ പറഞ്ഞ ഓരോ ഓർഗാനിസത്തിനും മാക്സിമം നമ്പർ ഓഫ് പ്രോജനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ട്. അതിനനുസരിച്ച് അവർ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ കോമ്പറ്റീഷൻ വരുന്നു. അതിനനുസരിച്ച് അവർക്ക് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ബോഡിയിൽ അല്ലെങ്കിൽ അവരിൽ കുറച്ച് വേരിയേഷൻസ് പ്രൊഡ്യൂസ് ആ പെർസൺ കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അവരുടെ ബോഡിയിൽ വേരിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ വേരിയേഷൻസിൽ ചിലത് എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നേച്ചർ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ചില ഹെൽപ്ഫുൾ ആയിട്ടുള്ള വേരിയേഷൻസ് ആവാം. ചിലത് വേരിയേഷൻസ് ഹെൽപ്ഫുൾ അല്ലാത്ത വേരിയേഷൻസ് ആവും പ്രൊഡ്യൂസ് ചെയ്യാം. സോ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ആ ഓർഗാനിസത്തിന് എന്താ പറയുക എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി സർവൈവ് ചെയ്യാൻ വേണ്ടിയുള്ള വേരിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാം. സർവൈവ് ചെയ്യാൻ പറ്റാത്ത പലതരത്തിലുള്ള വേരിയേഷൻസും ആ ഓർഗാനിസത്തിൻ്റെ പോപ്പുലേഷനിൽ ഉണ്ടാവാം. അതാണ് വേരിയേഷൻസ് പ്രൊഡ്യൂസ്. ആ വേരിയേഷൻസിൽ ഹെൽപ്ഫുള്ളായത് ഓർഗാനിസത്തിനെ സർവൈവ് ചെയ്യാൻ സഹായിക്കുന്നത് എന്ത് ചെയ്യും? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആയിട്ട് പറയും. ഏത് വേരിയേഷൻ ആണോ ആ ഓർഗാനിസത്തിനെ സർവൈവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്, അപ്പോൾ നമ്മൾ പറയും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ആ പെർട്ടിക്കുലർ വേരിയേഷൻ കാരണമാണ് ആ ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാൻ പറ്റി. അതിനെ തന്നെയാണ് നമ്മൾ നാച്ചുറൽ സെലക്ഷൻ. ഏത് വേരിയേഷനാണോ അതിനെ സർവൈവ് ചെയ്യാൻ സഹായിക്കുന്നത് ആ വേരിയേഷൻ തന്നെയാണ് നേച്ചർ സെലക്ട് ചെയ്യുന്നത്. സോ നേച്ചർ എന്ന് പറഞ്ഞാൽ അവർ ആ വേരിയേഷൻ കാരണം ആ ഓർഗാനിസത്തിന് റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് കാണിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് മാക്സിമം അത് സർവൈവ് ചെയ്യാനുള്ള ആ പ്രോജനീനെ ജനറേഷൻ ടു ജനറേഷൻ കൈമാറാൻ ശ്രമിക്കും. സോ ആ വേരിയേഷനോട് കൂടി ഓർഗാനിസം ഒരു പുതിയ സ്പീഷീസ് ആയിട്ട് മാറും. ആ വേരിയേഷൻ അങ്ങനെ അക്യൂമുലേറ്റഡ് ആയി ആ സർവൈവ് ചെയ്യാൻ അതിനെ സഹായിച്ച വേരിയേഷൻസ് എന്ത് ചെയ്തു? ആ വേരിയേഷൻസോടുകൂടി മറ്റ് ജനറേഷൻസിലേക്ക് ഈ വേരിയേഷൻസോടുകൂടി കൈമാറി ജനറേഷൻ ടു ജനറേഷൻ കൈമാറി അവസാനം അതൊരു കുറേ കഴിയുമ്പോൾ അക്യൂമുലേറ്റ് ചെയ്ത് ആ വേരിയേഷൻസ് എന്തായി മാറും? ഒരു ന്യൂ സ്പീഷീസിലേക്ക് വഴിതെളിക്കും. ഇതാണ് നമ്മുടെ ഡാർവിൻ നാച്ചുറൽ സെലക്ഷനിൽ പറയുന്നത്. സോ ഒരു ഓർഗാനിസത്തിൻ്റെ നാച്ചുറൽ ടെൻഡൻസിയായ മാക്സിമം നമ്പർ ഓഫ് പ്രോജനിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് ഓവർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നു. ആ സമയത്ത് അവർക്ക് കോമ്പറ്റീഷൻ ഒരുപാട് നേരിടേണ്ടി വരുന്നു നാച്ചുറൽ റിസോഴ്സിന് വേണ്ടിയിട്ട്. ആ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നു, എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നു. ആ സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ട് അവരുടെ ബോഡിയിൽ വേരിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ വേരിയേഷൻസിൽ ഹെൽപ്ഫുള്ളായിട്ട് അവർക്ക് അതിനെ യൂസ്ഫുൾ ആയിട്ടുള്ള വേരിയേഷൻസ് അവരെ എന്തിനു സഹായിക്കുന്നു? സർവൈവ് ചെയ്യാൻ സഹായിക്കുന്നു. അതാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അതിനെ തന്നെയാണ് നേച്ചർ സെലക്ട് ചെയ്ത് റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് കാണിക്കുന്നവരെ നേച്ചർ സെലക്ട് ചെയ്ത് മാക്സിമം നമ്പർ ഓഫ് അവരുടെ പ്രോജനി ജനറേഷൻ ടു ജനറേഷൻ കൈമാറാൻ തുടങ്ങുന്നു. സോ ആ വേരിയേഷൻസോടുകൂടി ആ ഓർഗാനിസത്തിൻ്റെ വേരിയേഷൻസോടുകൂടി ജനറേഷൻ ടു ജനറേഷൻ ആ വേരിയേഷൻസ് കൈമാറി വന്ന് എക്യുമുലേറ്റ് ചെയ്ത് കുറേ നാളുകൾ കഴിയുമ്പോൾ എന്താ ഒരു ന്യൂ സ്പീഷീസ് ആയിട്ട് ഫോം ചെയ്യുന്നു. ഇതാണ് ഇവല്യൂഷൻ എന്നാണ് ഡാർവിൻ പറയുന്നത്. ഇങ്ങനെയാണ് നാച്ചുറൽ സെലക്ഷൻ നടക്കുന്നതെന്ന്. സോ നമ്മുടെ ഡാർവിനിയൻ തിയറീൻ്റെ 2 കീ കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് മെയിനായിട്ട് കോൺസെപ്റ്റ് പറയുന്നത് ഡാർവിനിയൻ തിയറിയുടെ ബ്രാഞ്ചിങ് ഡിസെൻറ്റ്. ഒരു പെർട്ടിക്കുലർ ഇതിൽ നിന്ന് അത് ഡൈവേർട്ട് ചെയ്ത് പോകുന്നു. അതിൻ്റെ നീഡ് അനുസരിച്ച് എൻവയോൺമെൻറ്റിൻ്റെ നീഡ് അനുസരിച്ച് അത് മാറുന്നു. സോ ബ്രാഞ്ചിങ് ഡിസെൻറ്റും രണ്ടാമത്തത് നമ്മൾ പറഞ്ഞ നാച്ചുറൽ സെലക്ഷനും. സോ 2 കീ കോൺസെപ്റ്റുകളാണ് ഡാർവിൻ പറയുന്നത്. ബ്രാഞ്ചിങ് ഡിസെൻറ്റ് ആ മെയിൻ ജനറേഷൻ എവിടെ നിന്നാണോ വന്നിരുന്നത് അല്ലെങ്കിൽ അവരുടെ ആൻസസ്റ്റർ അവിടെ നിന്ന് ബ്രാഞ്ച് ചെയ്തിട്ടാണ് ഇവർ പുതിയ ഫോമുകളായിട്ട് മാറിയത്. സോ ബ്രാഞ്ചിങ് ഡിസെൻറ്റ് അതുപോലെ നാച്ചുറൽ സെലക്ഷൻ ഇത് രണ്ടുമാണ് നമ്മുടെ ഡാർവിനിയൻ തിയറിയുടെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ കോൺസെപ്റ്റുകൾ.